ചാനലിലൊക്കെ ആയിട്ട് സുധീറിനെ വിളിച്ചിട്ടുണ്ടാവും. കഴിഞ്ഞ ദിവസം തന്നെ നോക്കുകയാണെന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചു സുധീർ ട്രിപ്പിന് പോയി ബാംഗ്ലൂരിലേക്ക് അല്ലേ. ആ ഒരാഴ്ചയ്ക്ക് കഴിഞ്ഞാൽ സുധീർ ബുദ്ധിമുട്ടിക്കില്ലാന്ന് മനസ്സിൽ വിചാരിച്ചു. പക്ഷെ അതുണ്ടായില്ല. ഒരു ദിവസം നമുക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. ഇവിടെ ഒരു ജനറേറ്റ് സംബന്ധിച്ച് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായി. അപ്പം വേറെ ആരെ വിളിക്കാം, ഞാൻ സുധീർ വിളിച്ചു. ഇമ്മീഡിയറ്റ് ഒരു സൊല്യൂഷൻ കിട്ടി. അതിന് ഡോക്യുമെന്റ്സ് കൊടുക്കാനുണ്ട്. അപ്പം നമ്മൾ ഹിസ്റ്ററി മുഴുവൻ IPMന്റെ എന്താവശ്യമുണ്ടെങ്കിലും നമുക്ക് ഗോ ടു പേഴ്സൺ എന്ന് പറയില്ല, അതാണ് സുധീർ. സുധീർ ഇതുപോലത്തെ സപ്പോർട്ട് ഇനിയും നമുക്ക് വേണ്ടി വരും. റിട്ടയർ ചെയ്യുന്നത് ഒരു ഘട്ടം തന്നെയാണ്. പക്ഷേ ജീവിതത്തിൽ ഏറ്റവും സുഖമുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ റിട്ടയറിന് ശേഷമാണ്. വാസ്തുവിലെ ഫ്രണ്ട്സാണ് ഉണ്ടായത്. റെസ്പോൺസിബിലിറ്റി മാത്രമേ, നല്ലൊരു സമയമാണത്. അത് എൻജോയ് ചെയ്യുക, സ്പെൻഡ് ടൈം വിത്ത് യുവർ ഫാമിലി. ഇത് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. എല്ലാ വർഷവും ടൂറിന് പോകുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, എനിക്കറിയാം. കൂടുതലായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനുള്ള അവസരമുണ്ട്. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ഹാവ് എ നൈസ് ടൈം. സംസാരിക്കാനാണ് Appreciation letter. Sudhir കൊടുക്കുന്ന Dear Sudhir, the Pain and Palliative Care Society places on record its sincere appreciation for the dedicated and committed service rendered by Mr. Sudhir AV during his long association with the organization. Mr. Sudhir joined PPCS on 2nd September 1997 and was promoted to the post of manager in 2011 in recognition of his hard work and commitment to the organization. He actively participated and contributed significantly during the construction of the Institute of Palliative Medicine building, which marked an important phase in the development of the institution. His involvement and support during the period are greatly acknowledged. Over the course of 29 years of service, Mr. Sudhir contributed meaningfully to the activities of the mission of PPCS through his sincerity, dedication, and teamwork. The management and staff of PPCS expressed their heartfelt gratitude for his valuable service and extend their best wishes for a healthy, peaceful, and fulfilling retired life. താങ്ക് യു സർ. അടുത്തതായി നമ്മുടെ ചെയർമാൻ മൂസ സാറിനെ ക്ഷണിക്കുകയാണ്. വേദിയിലും സദസ്സിലുമുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഇവിടെ സുധീറിനെ പറ്റി വളരെ വിശദമായി സംസാരിച്ചു കഴിഞ്ഞു. 30 വർഷത്തോളം ഈ സ്ഥാപനത്തിൽ എല്ലാമായിട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഫാമിലി ഇവിടെ ഉണ്ട്. ഭാര്യയും മകളും വന്നിട്ടുണ്ട്. ഞാൻ അവരെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുണ്ടായിരുന്നു. അവരെ ഇവിടേക്ക് സ്വാഗതം ചെയ്യാണ്. വളരെ ചെറിയ, അതായത് ഒരു ഡ്രൈവറായി ഈ സ്ഥാപനത്തിൽ തുടക്കം മുതൽ സർവീസിൽ പ്രവേശിച്ച ഒരാൾ. ആ കാലത്ത് 97 ഇവിടെ ജോലിക്കാരനും വളണ്ടിയറൊക്കെ ഏകദേശം വളരെ ചുരുങ്ങിയ തുച്ഛമായ ഒരു വേതനം. മിക്കവാറും ജീവനക്കാരൻ എന്നതിലുപരി ഒരു വളണ്ടിയർ എന്ന നിലയിലാണ് എല്ലാ ആ കാലത്തുണ്ടായിരുന്ന സ്റ്റാഫൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ആ കാലത്ത് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ടായിരുന്നു. ഞാൻ ടെലിഫോൺ സർവീസിലായതുകൊണ്ട് ടെലിഫോൺ സംബന്ധമായ കാര്യങ്ങൾക്കും ഒക്കെ പലപ്പോഴും ഇവിടെ വരേണ്ട ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. അപ്പം അന്ന് ഇവിടെ വരുമ്പോൾ ഡോക്ടറായാലും നേഴ്സിലായാലും ഒക്കെ എല്ലാവരും ഒരു ഒന്നിച്ചൊരു ഇതിലാണ് ഒരുപാടിൻ്റെ അടുത്തുള്ള റൂമിലാണ് ഇരിക്കാറ്. അപ്പോൾ വളരെ ഒരു ഒരു എളിയ നിലയിൽ നിന്ന് ഇത് വലിയൊരു സ്ഥാപനമായി മാറി. അതിൽ സുധീറിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തീർച്ചയായും നല്ല പങ്കുണ്ട്. പിന്നെ വ്യക്തിപരമായി പറയുകയാണെങ്കിൽ വളരെ ഒരു ഡ്രൈവറായി സർവീസിൽ കയറി ഒരു മാനേജറായി റിട്ടയർ ചെയ്യാൻ സാധിച്ച അദ്ദേഹത്തിൻ്റെ സ്ഥിരോത്സാഹത്തിൻ്റെ ഒരു കാര്യം തന്നെ. അതായത് കാലം മാറിയതിനനുസരിച്ച് ടെക്നോളജിയിലൊക്കെ ഉണ്ടായ മാറ്റങ്ങൾ പഠിച്ചെടുത്ത്, പ്രത്യേകിച്ചും കമ്പ്യൂട്ടറൊന്നും ഇല്ലാത്ത കാലത്തായിരുന്നു സർവീസ് കിട്ടുന്നത്. അതൊക്കെ ഒന്ന് കമ്പ്യൂട്ടറിൻ്റെ
കാര്യങ്ങളൊക്കെ പഠിച്ച് സ്വയം അപ്ഡേറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. നല്ല സ്ഥിരോത്സാഹിയായിരുന്നൊരു ജീവനക്കാരനാണ്. അതിനാണ് ഞാനൊരു 10 വർഷത്തിലേറെ ഇവിടെ ഉണ്ട്. അപ്പം ഇപ്പോൾ വന്നാലും അദ്ദേഹത്തിന് സീറ്റിൽ കാണാൻ വളരെ പ്രയാസമാണ്. ഇപ്പോഴും ഈ ക്യാമ്പസിൽ എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നമായിരിക്കും ഓടി നിൽക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഈ അവസരത്തിൽ അദ്ദേഹത്തിന് ഇനിയും റിട്ടയർമെൻ്റ് ഒരു പ്രായത്തിൻ്റെ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ റിട്ടയർ ചെയ്യുന്നത്. അപ്പം ഇനിയുള്ള കാലം വളരെ ആക്റ്റീവായിട്ടുണ്ട്. ആരോഗ്യവും സന്തോഷവും സമാധാനമൊക്കെ അദ്ദേഹത്തിനും കുടുംബത്തിനും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇനിയും തൻ്റെ കർമ്മമേഖലയിൽ ഇവിടെ പ്രത്യേകിച്ചും PPM-ലും PPCS-ലും വിട്ടു പോകരുത്, ഇവിടെ തന്നെ ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. സുധീരന് PPCS നൽകുന്ന ഒരു ഉപഹാരം നൽകുന്നതിന് സ്റ്റേജിൽ നിൽക്കേണ്ടത് സുധീരേട്ടൻ ചെയ്യുന്നു. ഏറ്റവും പുതിയ ആളെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ പണ്ടേ നമ്മുടെ കൂടെ എല്ലാം പക്ഷെ നമ്മുടെ ഡയറക്ടറായിട്ട് നമ്മുടെ കൂടെ എല്ലാം മുജീബ് സാറാണ് ക്ഷണിക്കുന്നത്. 2 വാക്ക് സംസാരിക്കുന്നതിന് എല്ലാവർക്കും നമസ്കാരം. എനിക്ക് സുധീരേട്ടൻ ആദ്യം കാണുന്നത് ഈ ഗസ്റ്റ് ഹൗസിൽ താമസിക്കാൻ ഡയറക്ടറൊക്കെ അവരുടെ മുമ്പ് വരുന്ന സമയത്ത് സുധീരേട്ടനെ വിളിച്ചൊക്കെ ഫിക്സ് ചെയ്ത് എല്ലാ കാര്യത്തിലും നല്ല കണിഷ്ഠതയുള്ള ആളാണ് നമ്മളെ മനസ്സിലാവും. എത്ര ദിവസമാണ് എവിടെയൊക്കെ പോയി എന്താണെന്നൊക്കെ കറക്റ്റായിട്ടുള്ള എല്ലാ പിന്നെ ഞാൻ കൂടുതൽ ആ സമയങ്ങളിൽ വരുമ്പോൾ കാണും സംസാരിക്കുന്നതിനപ്പുറം റിസപ്ഷനിൽ ഇരിക്കും, എന്തെങ്കിലുമൊക്കെ 2 വാക്ക് പോണ സമയത്ത് പറയും. ഇവിടെ ഞാൻ വരുന്നൊരു സമയം എന്ന് പറയുന്നത് ഇവിടെ മുഴുവൻ പൊളിച്ചിട്ടിരിക്കുന്ന ഒരു സമയത്താണ് ഞാൻ ഇവിടെ ചാർജ് എടുക്കുന്നത്. സുധീരേട്ടൻ ഞാനും എല്ലാ ദിവസവും അന്നത്തെ സെക്രട്ടറിമാരായിരുന്ന ആളുകൾ ഇപ്പോൾ ഞങ്ങളും എല്ലാ ദിവസവും എല്ലാ സ്ഥലത്തും കയറി ഓരോ സ്ഥലവും. അപ്പോൾ സുധീരേട്ടൻ ഇവിടുത്തെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ സ്ഥലവും കൃത്യമായിട്ട് ഏത് പൈപ്പ് ലൈൻ പോകുന്നുണ്ട്, എവിടെ ഇലക്ട്രിസിറ്റി ലൈൻ പോകുന്നുണ്ട്, എന്ത് ചെയ്യുന്നു, എല്ലാ കാര്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് ഒരു ധാരണകളാണ് എന്ന് മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ വളരെ ഞാൻ എല്ലാവരും മുമ്പ് ദേഷ്യപ്പെടുന്നു തലയൂടിനൊക്കെ ശൈലിയൊക്കെ പറഞ്ഞു. ഞാൻ ഇതൊരു ചിരിച്ചിട്ടല്ലാണ് സുധീരേട്ടനെ കണ്ടിട്ടില്ല. വളരെ വിനയത്തോടെ ചിരിച്ച് നമ്മളോട് സംസാരിക്കുന്ന ഒരു സുധീരേട്ടനാണ് എന്നെ ഓർമ്മയിലുള്ളത്. ഈ ചുരുങ്ങിയ കാലത്ത് വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങൾക്ക് ഒരു ഡയറക്ടർ ഞങ്ങളുടെ പാർട്ട് ടൈം ആണെങ്കിൽ പോലും ഞങ്ങൾ ഫോണിലൂടെയും ഒക്കെ നിരന്തരമായിട്ട് ബന്ധപ്പെടുത്തലാണെന്ന് വളരെ നല്ല അനുഭവങ്ങൾ തന്നിട്ടുള്ള ഇനിയും നമ്മുടെ ഈ പരിപാടി എല്ലാവരും സൂചിപ്പിച്ചതുപോലെ തീർച്ചയായിട്ടും പാലിയേറ്റീവ് പ്രസ്ഥാനമായിട്ടും IPM-നായിട്ടൊന്നും വിട്ടുപോകാൻ സുധീരേട്ടൻ്റെ ജീവിതത്തിൽ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ നിരന്തരമായിട്ട് ബന്ധം ഇനിയും ഉണ്ടാകും. ഈ റിട്ടയർമെന്റിന് നല്ല ഒരു റിട്ടയർമെന്റ് ജീവിതം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. സ്പോൺസറാണ്. അടുത്തതായി നമ്മളാളിലും കൂടുതലായിട്ട് സുധീരനെ പറ്റി സംസാരിക്കാൻ സുരേഷ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സുരേഷിയോടൊപ്പം പറയാൻ പറ്റുന്ന ഒരേ ഒരാള് അനിൽജിയാണ്. കാരണം ഒരുപാട് വർഷക്കാലം സെക്രട്ടറി ഡയറക്ടറും അതുപോലെ ഒക്കെ ആയിട്ട് നിന്ന ഒരാൾ എന്ന നിലയ്ക്ക് അനിൽജിക്കാണ് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവുക. അപ്പൊ അടുത്തതായിട്ട് അനിൽജിയാണ് ക്ഷണിക്കുന്നത്. കാര്യങ്ങളൊന്നും പറയാനില്ല. ഞാൻ സുധീർ ഏതാണ്ട് ഒരേ സമയത്താണ് ജോയിൻ ചെയ്തത്. ഞാൻ ഓഗസ്റ്റിലും സുധീർ ഒക്ടോബർ, അത് ഞാൻ സുധീർ ഒക്ടോബറാണ് ചെയ്തത്. ഏതാണ്ട് ഒരേ സമയത്ത് എനിക്ക് ഇപ്പോൾ അന്ന് രാമേന്ദ്രനാണ് എനിക്ക് ആദ്യമായിട്ട് പരിചയപ്പെടുത്തിയത്. കാരണം നമ്മുടെ ഒരു വളണ്ടിയർ ഉണ്ടായിരുന്നു, അദ്ദേഹം പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, നമ്മുടെ പുതിയ ഡ്രൈവറാണ്. പക്ഷേ സുധീർ എനിക്ക് തോന്നുന്ന ഡ്രൈവർ ആവുന്നതിന് മുമ്പേ ഇലക്ട്രീഷ്യനായിട്ട്
ഇലക്ട്രീഷ്യനും പ്ലംബിങ്ങും അങ്ങനത്തെ പല പരിപാടികളും പിന്നെ അപ്പോഴത്തെ ഡ്രൈവറുമായിരുന്നു നല്ല രീതിയിൽ. അപ്പോൾ തന്നെ ഇവിടെ പിന്നെ ചെയ്യാത്ത വർക്കുകളില്ല. ഒരുവിധ എല്ലാ ഒരുപക്ഷെ ഡോക്ടർമാർ വഴിവെച്ചിട്ട് വർക്കൊക്കെ പുതിയതോടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സുഹൃത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഷൈന തുടക്കത്തിൽ പറഞ്ഞ കാര്യത്തിൽ നമ്മൾ ഒരു ജോലിയുള്ള ആത്മാർത്ഥതയും പിന്നെ വിശ്വാസതയും നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോൾ കൂടെ 100% ഉറപ്പുള്ള ഒരേ ഒരാൾ കുറഞ്ഞ ആളുകളുടെ ഒരാളാണ് കൂടെ ഉണ്ടായിരുന്ന കുറഞ്ഞ ആളുകൾ ഒരാളാണ് സുഖം. എല്ലാം പറ്റി നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ കൂടെ ഉണ്ടാവുന്ന കണ്ണോട് വിശ്വസിക്കാൻ അപ്പോൾ ഒരു എല്ലാം നല്ല ഡെവലപ്മെന്റ് ലൈഫിനുള്ള ആശംസകളൊക്കെ നേരുന്നു. നമ്മുടെ നാട്ടുകാരെ കൊണ്ട് ഇനിയിപ്പം വീണ്ടും കാണേണ്ടി വരും. ഇവിടെ വരേണ്ട ആവശ്യത്തിൽ കാണാൻ നമ്മുടെ അടുത്തായിരിക്കും എല്ലാ ആശംസകളും. പിന്നെ രണ്ടുപേരും വന്നിട്ടുണ്ട്. പിന്നെ സുധീറിൻ്റെ ഭാര്യയും മോളും കൂടെ അവരും കൂടെ കണ്ടതിൽ സന്തോഷമുണ്ട്. മോളെ ഞാൻ നേരത്തെ പറഞ്ഞു കംപ്ലീറ്റ് ഫാമിലി മാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സുധീറാത്ത പണി. അത് പറയാൻ കാരണം നമ്മളെ കൂടെ ഒരു എക്സ്ട്രാ ചായ കുടിച്ചാൽ അവരൊക്കെ പോയി 2 ചായ കുടിക്കുന്ന ആളാണ് സുധീറാട്ടൻ. നമ്മുടെ കൂടെ ഒരു ടൂർ പോയാൽ അതിന്റെ തലേന്നോ അല്ലെങ്കിൽ നമ്മുടെ ടൂർ കഴിഞ്ഞിട്ടോ അവരെയും കൂട്ടി ഒരു ടൂർ പോകും. എന്നാലേ സുധീറാന് ശരിക്കും ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. അത്രയ്ക്ക് എന്താ പറയാ ഫാമിലിനെ വിട്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് സുധീറാട്ടൻ ഇന്ന് ടൂർ പോകാൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ പോകുന്നുണ്ടെ തലേന്നോ എപ്പോഴാச்சுം പോയി വന്നിട്ടോ പിന്നെ എനിക്ക് പോകാൻ പറ്റില്ല എന്നുള്ള സങ്കടം പറയാൻ നിൽക്കരുത്. അപ്പൊ അത്രയ്ക്ക് ഫാമിലിനെ ഒഴിവാക്കിയുള്ള യാതൊരു കളിയും ചിരിക്കും നിൽക്കാത്ത ഒരു മനുഷ്യനും കൂടിയാണ്. അപ്പൊ നമുക്ക് അന്ന് സുധീരേട്ടൻ നമുക്കൊരു വിരുന്ന് ഒരുക്കിയിരുന്നു അന്ന്. പക്ഷെ നമ്മുടെ ഗേരമോളുടെ പിറന്നാളാണ് ആർക്കും അറിയില്ലായിരുന്നു. അവിടെ എത്തിയിട്ടാണ് നമ്മൾ അറിഞ്ഞത്. അപ്പൊ ഗഗനയ്ക്ക് അന്ന് കൊടുക്കാൻ പറ്റാതിരുന്ന ഒരു ഗിഫ്റ്റ് ഞങ്ങൾ ഇപ്പൊ കൊടുക്കാണ്. അത് കൊടുക്കാൻ വേണ്ടിയാണ് എത്തിയ ശരി. ചേച്ചിയുടെ വീട്ടിലേക്ക് വന്നാൽ നമുക്കൊരു ഫോട്ടോസ് എടുക്കാം. പോകരുത് മോള് പോകല്ലേ. ജീവനക്കാരുടെ ഭാഗത്തു നിന്നുള്ള ഒരു സ്നേഹോപഹാരം നൽകലാണ്. അതിനുവേണ്ടി ഡോക്ടർ നായന, സുനിതേജി, സിനി, ബീനേജി ഇവരൊക്കെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ബീന കിച്ചണിലെ ബീന ചേച്ചി. ഇത് ഗിഫ്റ്റ് വൗച്ചറാണ്. ജ്വല്ലറി പോയിട്ട് സുധീറാന് ഇഷ്ടമുള്ള സാധനം വാങ്ങാം. ഞാൻ സുധീറാനെ ആദ്യം കാണുന്നത് 2008 ഇവിടെ ആദ്യമായിട്ട് വന്ന സമയത്ത്. അപ്പൊ എൻ്റെ അടുത്ത് എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മാനേജറെ കാണണമെന്ന് പറഞ്ഞു. മാനേജർ റൂമോ എല്ലാ സ്ഥലത്തും അന്വേഷിച്ചു നോക്കിയപ്പോൾ മാനേജർ റൂമോ മാനേജറുടെ കോഡോ ഒന്നും കണ്ടില്ല. പക്ഷെ സുധീരേട്ടൻ അപ്പൊ ഞാൻ കണ്ടത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ വിദേശത്ത് നിന്ന് വന്ന ഒരു വനിതയുടെ ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പൊ ഇത് ഇദ്ദേഹത്തിന്റെ മുന്നിൽ കൂടി ഞാൻ പോയത്. പക്ഷെ മുമ്പിൽ ഫോട്ടോ എടുക്കണം. അപ്പൊ ഇത് മാനേജറാന്ന് നമുക്ക് ഒരിക്കലും മനസ്സിലാവില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ആൾക്കാരൊക്കെ വെച്ചിട്ടുള്ള ആൾക്കാരാണ് മാനേജർ. മാനേജർ ഫോട്ടോ എടുക്കലായിരുന്നു. അങ്ങനെ അതിനുശേഷമാണ് സുധീരനെ പരിചയപ്പെടുന്നത്. പിന്നെ സുധീരനെ കുറിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു ഓർമ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ നാഷണൽ കോൺഫറൻസിനെ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചെടുത്തത്. അപ്പൊ അത് ഡൽഹി, കൊൽക്കത്ത അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പൊ 2-3 ദിവസം ട്രെയിനിൽ തന്നെ ആയിരിക്കും. അതൊരു കുടുംബം പോലെ അങ്ങനെ പോകുന്നത്. അപ്പൊ സുധീരേട്ടൻ ചെയ്യുന്ന ഒരു പണി, പുതിയതായിട്ട് പണ്ട് നമ്മൾ ഈ റേഷൻ കടയിലൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു പുസ്തകമുണ്ടല്ലോ, അരി അഞ്ചാറാഞ്ച് കഴിഞ്ഞു അങ്ങനത്തെ ഒരു ചെറിയ പുസ്തകം. ഈ പുസ്തകത്തില് എല്ലാ സ്റ്റോപ്പിലും ഇറങ്ങിയിട്ട് അതിലൊന്ന് എഴുതി വെക്കും. അപ്പൊ ഈ ട്രെയിനിൽ പോകുന്ന സമയത്ത് രാത്രി 1 മണിക്ക് മൂത്രമൊഴിക്കാൻ എന്തോ എണീറ്റ് നോക്കിയ സമയത്ത് ഒരു സ്റ്റേഷനില്ല, സുധീരേട്ടൻ പുറത്ത്. സുധീരേട്ടൻ രാത്രി 1 മണിക്കും എണീറ്റിട്ട് സ്റ്റേഷന്റെ പുറത്തിറങ്ങിയിട്ട് ബോർഡിന്റെ അവിടെ നിന്ന് പേര് എഴുതിക്കൊണ്ടിരിക്കും. പക്ഷെ ഒരു കാര്യം കൂടി മുമ്പ് ചെയ്യും, തിരിച്ചു വന്നിട്ട് ചില സ്റ്റേഷനുകളെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ
ഓർമ്മയില്ല, അന്ന് നമ്മുടെ പുസ്തകം വായിച്ച സമയത്ത് കോഴിക്കോടിന്റെ കുറെ കഥകളൊക്കെ പറഞ്ഞു. അപ്പൊ അതുപോലെ ചില സ്റ്റേഷനുകളെ കുറിച്ച് ചരിത്രപരമായ എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ അവിടെ വന്നിരുന്നു നമുക്കൊക്കെ പറഞ്ഞു തരികയും. അപ്പൊ അങ്ങനെ വളരെ രസകരമായിട്ടുള്ള അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുള്ള ആളാണ്. ഞാനൊക്കെ 1-2 പ്രാവശ്യം നമ്മളെ ചീത്ത പറയേണ്ട അവസ്ഥയിൽ വന്നിട്ടുണ്ട്. അത് ഭംഗിയായിട്ട് സുധീരൻ ചെയ്തിട്ടുള്ളൂ. അനിൽജി സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഡെസ്ക് വൃത്തികേടാക്കിയിട്ടതിന് വർക്ക് ചെയ്യുന്ന ഡെസ്ക് വൃത്തികേടാക്കിയിട്ടതിന് 2-3 പ്രാവശ്യം അനിൽജിന്റെ അടുത്ത് പറഞ്ഞു വൃത്തിയാക്കി വെച്ചില്ല. അങ്ങനെ അതിന് ഒരു മെമ്മോ ഒക്കെ എഴുതി മാനേജർ വഴി കൈപ്പറ്റാനുള്ള ഭാഗ്യം ഉണ്ടായി. ഒരുപാട് ഓർമ്മകളുണ്ട്. എന്തായാലും സുധീരേട്ട നേരത്തെ സുരേഷ് പറഞ്ഞ പോലെ തന്നെ ഒരു മാനേജർ എന്നുള്ള ഒരു ഭാരം ഇല്ലാതെ എനിക്ക് തോന്നുന്നു ഇനി IPL UPCSനൊക്കെ സഹായിക്കാൻ പറ്റുന്ന ഒരു അവസരം കൂടിയായിരിക്കും. ഞങ്ങൾക്ക് തുടർന്നും നമ്മളൊക്കെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനി വിളിക്കുകയും വിളിപ്പിക്കുകയൊക്കെ ചെയ്യേണ്ട ഒരാളാണ്. സുധീരേട്ടൻ ഉണ്ടാവുമെന്നും അറിയാം. എന്തായാലും സന്തോഷം. പിന്നെ സംസാരിക്കാൻ പറ്റിയതിൽ സന്തോഷമായിരിക്കും. ഇവിടെ ഇരിക്കുന്ന ഈ സദസ് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇപ്പം വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനെക്കാട്ട് കൂടുതൽ സുധീരന്റെ കൂടെ പണ്ടുകാലത്ത് ഉണ്ടായിരുന്നവരാണ് കൂടുതലുള്ളത്. അപ്പം അവരിൽ ആരെങ്കിലും ഒന്ന് വന്നിട്ട് സുധീരനെ കുറിച്ച് 2 വാക്ക് സംസാരിക്കാം. പണ്ടത്തെ ആളുകൾ സുരേന്ദ്രേട്ടൻ, ജിന്നേട്ടൻ, ആരെങ്കിലും ഒരു 2 വാക്ക്. എല്ലാവർക്കും നമസ്കാരം. എന്താണ് ഞാൻ സുധീറിനെ കൊണ്ട് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം ഇന്ന് കണ്ടപ്പോൾ സുധീർ ആദ്യം ചോദിച്ചത് ഞാൻ വന്നത് എനിക്ക് എന്തെങ്കിലും ഉണ്ടോ, കാരണം ആദ്യമായിട്ടുള്ള 1 ദിവസം തന്നെ രണ്ട് സ്ഥലത്ത് നിന്ന് എന്തോ എണ്ണുമ്പോൾ പിന്നെ പുറത്തുള്ള ആ വഴി പോയി അവിടുന്ന് താക്കോലെടുക്കും. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ പരിചിതനാണ്, ഞാൻ ഇവരെ കണ്ടില്ല. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ ഇവിടെ ചോദിച്ചു. ഞാൻ താക്കോല് എടുക്കുന്നു. ഞാൻ ചാരോട് ചോദിച്ചിട്ട് ഞാൻ നിൽക്കുന്നതാണ്, നിങ്ങൾ എങ്ങനെയാണോ സ്ഥലത്ത് താക്കോല് എടുക്കുന്നത് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് സുരേഷ് പറഞ്ഞതാണ് എടുക്കുന്നത്. അങ്ങനെ ആദ്യത്തെ ഞാൻ സുധീറും ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് അങ്ങനെയാണ്. പിന്നെ എന്നോട് ചോദിച്ചു എനിക്ക് അങ്ങനെ എന്തെങ്കിലും ചിത്രം കേൾക്കാനുണ്ടോ എന്ന് ചോദിച്ചു. എന്തായാലും എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ പിന്നെ നമ്മുടെ IPM ഇതിൻ്റെ എല്ലാ മുഖ്യ മൂലയിലും സുധീർ എന്ന് പറഞ്ഞ ആ ഒരു പേര് എപ്പോഴും ഓർക്കും അല്ലേ. കാരണം ഇന്നത്തെ അതൊക്കെ ശൈലി പറഞ്ഞു ഇതിൻ്റെ തുടക്കം മുതൽ എല്ലാ കാര്യങ്ങളും. പക്ഷെ എൻ്റെ ഓർമ്മയിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് ഞങ്ങൾ ഹോം കെയർ പോകുന്നതായിരുന്നു. 1997 കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ സുധീർ ഹോം കെയറിന് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. രാവിലെ 8:30 മണിക്ക് ഞാനും സുധീർ മാത്രമാണ് ഹോം കെയർ പോവുക. വന്ന് ഇതുപോലെ വേറെ കൂടെ നമ്മുടെ ആരും ഉണ്ടാവില്ല, ഞങ്ങൾ 2 മാത്രം പോകുക. വൈകിട്ട് 5:30 ആകുമ്പോഴാണ് ഞങ്ങൾ തിരിച്ചു വരിക. അപ്പോൾ ആ ഒരു സമയത്ത് ഈ പറഞ്ഞ പോലെ തന്നെ വണ്ടി എടുക്കുന്നതിലും രോഗികളെ കാണുന്നതിലും എന്തെങ്കിലും ഒരു പ്രൊസീജിയർ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിനും എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യാനും എനിക്ക് തോന്നി ചെയ്യുന്ന സുധീറിൻ്റെ ആ ഒരു സ്കില്ല്. അങ്ങനെ പലതും ഒന്നും പറയാനായിട്ട് കുറേ പറയാനുണ്ട്. പക്ഷെ ഒരിക്കലും നമുക്ക് ഈ ഒരു സ്ഥാപനം സുധീറില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിൽ കാണാനേ പറ്റില്ല. അപ്പൊ സുധീറിന്റെ ഒരു പ്രസൻസ് ഇനിയും ഉണ്ടാവുന്ന സുധീർ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതിൽ വേറെ ഒന്നും കൂടുതൽ പറയാനില്ല. കാരണം എൻ്റെ IPM എൻ്റെ ജീവിതത്തിൽ പിന്നെ എൻ്റെ ചേച്ചിമാരെ ക്ഷണിക്കാണ്. അപ്പൊ ഇപ്പൊ നോക്കുമ്പോ സുധീരന്റെ സ്റ്റാറ്റസ് എപ്പോഴും ഈ CJG സുധീരേജി ബിനാക്കയാണ് ഫോട്ടോ